ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കുന്നു. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വയലിൽ വീണാലോ വചനം ഫലമേയില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വയലിൽ വീണാലോ വചനം ഫലമേയില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ഈ ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ഈ ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വാഴ്ത്തപ്പെടുന്നതാകട്ടെ. അച്ഛനെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ദിവസങ്ങളിലെ നമ്മുടെ ദേശത്തെ ലോകമെമ്പാടും സകല മാനവജാതിയും യേശു കർത്താവിൻ്റെ ജനന പെരുന്നാള് ആഘോഷിക്കുന്ന ദിവസമാണ്. പ്രിയമുള്ളവരെ, ജാതി ഭേദമന്യേ എല്ലാവരും ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നക്ഷത്രങ്ങൾ തൂക്കിടുകയും ലൈറ്റുകൾ കത്തിക്കുകയും പുൽക്കൂട് ഉണ്ടാക്കുകയും അങ്ങനെ സകല രീതിയിലും ആഘോഷങ്ങളുടെ ദിവസങ്ങളാവുന്നു നമ്മൾ എത്തിയിരിക്കുന്നത്. ഈശ്വരന്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാരെ ആട്ടിടയന്മാരോട് വിളിച്ചു പറയുമ്പോൾ പറയുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സന്ദേശം കേട്ടുകൊള്ളുക. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. സർവ്വജനത്തിൽ, ലോകത്തിൽ ജാതിമത ഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ
എല്ലാ മനുഷ്യർക്കും വേണ്ടിയാവുന്നു യേശു കർത്താവ് ലോകത്ത് വന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മഹാസന്തോഷമാണ്. കാര്യം മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്ത സന്തോഷം, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്ത രക്ഷ, അതാവുന്നു യേശു കർത്താവിന്റെ ജനനത്തിൽ നമുക്ക് ലഭിച്ചത്. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്ന ഒരു സാധാരണ ശിശു അല്ല, രക്ഷിതാവാണ്. ലോകത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി ദൈവം താൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവാകുന്നു ജനിച്ചിരിക്കുന്നത്, രക്ഷിതാവാകുന്നു ജനിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടി മുതല് മനുഷ്യൻ ദൈവത്തോട് അകന്നുപോയി. അകന്ന ആ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ദൈവം തുടക്കം മുതല് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പല പദ്ധതികൾ ചെയ്തു. യാഗങ്ങളും ബലികളും കർമ്മകാദികളും ഒക്കെ ചെയ്തിട്ട് മനുഷ്യൻ അതുകൊണ്ടൊന്നും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് കണ്ടിട്ട് താൻ തന്നെ മനുഷ്യനായി ലോകത്തിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തന്നു. ഇതാണ് മഹാസന്തോഷം. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത, മറ്റാരെ കൊണ്ടും കഴിയാത്ത ഒരു രക്ഷ, മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള രക്ഷ യേശുക്രിസ്തുവിലൂടെ സാധ്യമായി. നമുക്കാർക്കും ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട്, നേരിട്ട് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ഒരു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിഭ എന്നിങ്ങനെ ദൈവത്തിന് വാഴ്ത്തി പറയുമ്പോൾ യേശു ദൈവത്തോട് നമ്മെ അടുപ്പിക്കാനുള്ള മാർഗമായി, വഴിയായി വന്നുവെന്ന് ദൈവത്തിന് വ്യക്തമായി പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നുവെന്ന് യേശു കർത്താവ് ഒരിക്കൽ അറിയിച്ചത്. പ്രിയമുള്ളവരെ, ഈ രക്ഷയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. യേശുവിന്റെ ജനനത്തെങ്കിൽ എന്താ സംഭവിച്ചത്? യേശുവിന്റെ ജനനത്തിൽ സംഭവിച്ചത് മനുഷ്യന്റെ വീണ്ടെടുപ്പാവുന്നു. സാധാരണ ഒരു ജനനമല്ല സംഭവിച്ചത്. സംഭവിച്ചത് രക്ഷകനായ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്ത രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കുവാനായി ദൈവം ഒരുക്കിയ പദ്ധതിയാവുന്നു യേശു കർത്താവിന്റെ ജനനത്തിൽ സംഭവിച്ചത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നു, സർവ്വജനത്തിനുണ്ടാവുന്ന മഹാസന്തോഷം. അത് പറയുന്നത് ആരോടാ? ആട്ടിടയന്മാരോടാ പറയുന്നത്. ദൈവത്തിന്റെ പ്രവാചകന് ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് യെശയ്യാവെന്ന പ്രവാചകൻ എഴുതി, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ സർവ്വജനത്തിന്റെയും, അന്ന് ജനിച്ചവരുടെയും അന്ന് ജീവിച്ചവരുടെയും പിന്നെ ജനിച്ചവരുടെയും ഇന്ന് ജീവിക്കുന്നവരുടെയും സർവ്വജനത്തിന്റെയും പാപ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു കൽവരി ക്രൂശില് യാഗമായി തീർന്നതും ജനനമെടുത്തതും നമ്മുടെ രക്ഷയ്ക്കായി ലോകത്തിൽ ജീവിച്ചതും. പ്രിയമുള്ളവരെ, അതറിയിക്കുന്നത് ഇവിടെ കിടന്ന ആട്ടിടയന്മാരാണ്. ഈ ആട്ടിടയന്മാർ ആരാണെന്ന് പറഞ്ഞാല് അവര് യെരൂശലേം ദേവാലയത്തില് യാഗത്തിന് കൊണ്ടുവരുന്ന ആടിനെ പരിശോധിച്ച് കുറ്റമില്ലാത്തത് അല്ലെങ്കിൽ ഊനമില്ലാത്തതെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന, പരിശോധിച്ച് വിധി പറയുന്ന ആട്ടിടയന്മാരാകുന്നു. അത് നമ്മളൊന്ന് ചിന്തിച്ച്, ആ ആട്ടിടയന്മാരാണ് ദൂതന്മാർ വിളിച്ചു പറയുന്നത്, ഇതാ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ഒഴിക്കുവാനായിട്ട് ജന്മമെടുക്കുന്ന കുഞ്ഞാട്. ആട്ടിടയന്മാരെ, നിങ്ങൾ പോയി പരിശോധിക്ക്, ഇത് ഊനമില്ലാത്തതാകുന്നു, ഇത് യാഗമർപ്പിക്കാൻ കൊള്ളാവുന്നതാകുന്നു, നിങ്ങൾ ആദ്യം പോയി പരിശോധിക്കാൻ ദൂതന്മാര് ആട്ടിടയന്മാരോട് പറയുന്നു. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അന്ന് യെരൂശലേമില് ജ്ഞാനികളും വിവേകികളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും അങ്ങനെ പലവിധ രീതിയിലുള്ള ആൾക്കാരുണ്ടായാലും ഏറ്റവും പാവപ്പെട്ടവനെ ദൈവം തെരഞ്ഞെടുത്തു ഈ സത്യം അറിയിക്കാൻ, ഈ സന്ദേശം അറിയിക്കാൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും എല്ലാവരാലും തള്ളപ്പെട്ടവരെയും എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവരെയും എല്ലാവരും തഴയപ്പെട്ടവരെയാണ് ദൈവം കണ്ടുപിടിക്കുന്നത്. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ദൈവികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. എന്റെയും നിങ്ങളും നമ്മുടെ യോഗ്യതകൾ അനുസരിച്ചല്ല ദൈവം കണ്ടതും തെരഞ്ഞെടുത്തതും. ദൈവത്തിന്റെ കൃപയാവുന്നു, കരുണയാവുന്നു. ആരെങ്കിലും ഈ കൃപയിലേക്ക്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വേണ്ടിയും ഒരേപോലെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിൽ ജന്മമെടുത്തത്. പിന്നെ പറയുന്ന യെശയ്യാ പറയുന്നത്, അവൻ അത്ഭുത മന്ത്രി, വീരനാ, ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു.
പ്രിയമുള്ളവരെ, അവൻ അത്ഭുത മന്ത്രി. നമ്മൾ ഇന്ന് വരെ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷതയുള്ള മന്ത്രിയായിരുന്നു യേശു കർത്താവ്. ഒന്ന് ആലോചിച്ച്, ഭക്ഷ്യമന്ത്രിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്താ സംഭവിച്ചത്? 5 അപ്പം കൊണ്ട് തന്റെ പ്രസംഗം, തന്റെ വാമൊഴി കേൾക്കുവാനായിട്ട് കടന്നു വന്ന ജനം വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ, അവരെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കുവാനായിട്ട് ശിഷ്യന്മാരുടെ കയ്യിലുള്ള 200 വെള്ളിക്കാശിന് ഭക്ഷണം വാങ്ങിച്ചാൽ തികയില്ല എന്ന് പറയുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പൊ അവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത്, ആ 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാരെയും കൂടെ വന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും, ഏകദേശം ഒരു കണക്ക് പറഞ്ഞാല് ഏകദേശം 20,000 പേര് പോഷിപ്പിക്കാൻ തക്കോണം ഇടയായി. ഒരു ഭക്ഷ്യമന്ത്രിയായി നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും ഭക്ഷണത്തിന് ക്ഷാമമില്ലാതെ മനുഷ്യനെ പോറ്റുവാൻ കഴിയുന്നതായ ഒരു ദൈവം. നോക്കെ, ഇവൻ ധനകാര്യമന്ത്രിയായിരുന്നാൽ എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ധനകാര്യമന്ത്രിയായിരുന്നാൽ ഒരിക്കല് യേശുവിന് പത്രോസിനും കരം കൊടുക്കാനായിട്ട്, അന്നവിടുത്തെ നിയമപ്രകാരം റോമൻ ഗവൺമെന്റിന് എല്ലാ പൗരന്മാരും കരം കൊടുക്കണം. കരം കൊടുക്കാനായിട്ട് തങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞപ്പോഴേ എന്താ ചെയ്ത്? മറ്റൊരാളോട്, അവിടുത്തെ പ്രഭുക്കന്മാരോട് പോയി ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടാനോ അല്ല യേശു പറഞ്ഞത്. കടലിൽ താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു, ചതുർദ്രഹ്മപ്പണമായിട്ട് വരും. പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിടുക, നിന്റെ ചൂണ്ടമേൽക്കൊത്തുന്ന ആദ്യത്തെ മീനിന്റെ വായ തുറന്ന് നോക്കിയാല് ഒരു ചതുർദ്രഹ്മപ്പണം കിട്ടും. ആ പണമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുവാൻ പറഞ്ഞു. നോക്കിയ ധനമന്ത്രി ആയിരുന്നാൽ എത്ര അതിശയകരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം, ആരോഗ്യമന്ത്രി ആയിരുന്നാലോ? ആരോഗ്യമന്ത്രി ആയിരുന്നാൽ എങ്ങനെയാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അവന് അത്ഭുത മന്ത്രി എന്നാണ് പറഞ്ഞത്. ആരോഗ്യമന്ത്രിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഉടൻ തന്നെ നടക്കുമാറാക്കി, ചീടനെ കേൾക്കുമാറാക്കി, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. 38 വർഷമായിട്ട് പക്ഷപാതം പിടിച്ച് കിടന്ന, ബസ്സിലാക്കുളക്കരകെ കിടന്ന പക്ഷപാത രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു ആരോഗ്യമന്ത്രി നമ്മൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവർ, അവൻ അത്ഭുത മന്ത്രിയാവുന്നു. ഏത് വിഷയം അവൻ കൈകാര്യം ചെയ്താല് മനുഷ്യനെ കൊണ്ട് കഴിയാത്ത രീതിയിലെ കാര്യങ്ങള് സാധിപ്പിക്കാൻ വേണ്ടി കഴിയും. അവൻ സമാധാന പ്രഭുവാകുന്നു എന്ന് മറ്റൊരു അതിന്റെ അവസാനം പറയുന്നുണ്ട്, നിത്യപിതാവ് സമാധാന പ്രഭു. മനുഷ്യനിൽ നിന്ന് നാം എല്ലാവരും ഓടുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. നമുക്ക് ഭവനത്തിൽ സമാധാനമില്ല, നമ്മൾ നിൽക്കുന്ന സമൂഹങ്ങളിൽ സമാധാനമില്ല. മനുഷ്യന്റെ ആഗ്രഹം സമാധാനത്തോടെ മരിക്കണം, സമാധാനത്തോടെ കഴിയണം. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ചാല് നമുക്ക് സമാധാനം ലഭിക്കുമെന്ന് ദൈവത്തിന് വചനം വ്യക്തമായി പറയുന്നു. താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോഴേ തന്റെ ശിഷ്യന്മാർക്ക് സ്വത്തോ സമ്പാദ്യമോ പണമോ ഒന്നുമല്ല കൊടുത്തത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നുവെച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിച്ചിട്ട് കടന്നുപോകും. എന്റെ പ്രിയമുള്ളവരെ, ഈ സമാധാന പ്രഭുവായ, ഈ അത്ഭുത മന്ത്രിയായ യേശു കർത്താവ് വീണ്ടും വരുന്നുവെന്ന് ദൈവവചനം വ്യക്തമായി പറഞ്ഞു. യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഒരുക്കത്തോടെ ആയിരിക്കണം. നാം ഒരുങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ രക്ഷകനായി വന്ന ആ ദൈവം ഇനി ന്യായാധിപനായി വരും. നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷയുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ശിക്ഷയുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, ആ പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. മരിക്കുക എന്ന് പറയുമ്പോൾ നിത്യനരകത്തെ കുറിച്ച് പറയുന്നത്. ദണ്ഡനമേൽക്കും, നിത്യനരകത്തിൽ ആകപ്പെടും. നാം ജീവനോടിരിക്കുമ്പോൾ ഇന്ന് നാം തീരുമാനിക്കണം, നമ്മുടെ മരണശേഷം നാം എവിടെ കഴിയും. ഒന്നുകിൽ നിത്യ നരകം അല്ലെങ്കിൽ നിത്യജീവൻ. നിത്യനരകം എന്ന് പറയുന്നത് അത് തീപ്പൊയ്കയാകുന്നു. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരും തീ കൊണ്ട് എപ്പോഴും പ്രിയമുള്ളവരും ആ ഒരു അനുഭവം, ആ ഒരു അവസ്ഥ ഒരു മാനവജാതിക്കും ഒരു മനുഷ്യനെ അനുഭവിക്കുന്നതിന് കണ്ടിട്ടാണ് ദൈവം തന്റെ മനുഷ്യനായ ലോകത്ത് വന്ന് എന്റെയും നിങ്ങളുടെയും ലോകത്തുള്ള സർവ്വജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശില് യാഗമായി തീർന്നു. ഇനി നാം ഒന്നും ചെയ്യേണ്ട, ഒരു പ്രവൃത്തിയും കൊണ്ട് കാര്യമില്ല. മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ ഒരു കറ പുരണ്ട തുണി പോലെ എത്രയെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാനായി കഴിയില്ല. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച്
രക്ഷപ്പെടാമെന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ഒന്ന് മൗഢ്യമായി ചെയ്യാൻ. കാര്യം നമുക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ എവിടുന്ന് കിട്ടി? അത് ദൈവം തന്നതല്ല, നമ്മളെ എന്തുണ്ട്? ദൈവം തന്നത് തന്നെ ദൈവത്തിന് തിരിച്ചു കൊടുത്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിച്ചാല് അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയല്ലേ? അതേസമയം യേശുവിനുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത്. ഈ ദൈവം എന്റെ രക്ഷകനാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു കർത്താവ് മരിച്ചെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ വിശ്വാസം നാം ഏറ്റെടുക്കുകയും രക്ഷ പ്രാപിക്കുകയും അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവരെ ചേർപ്പാനായിട്ട് യേശു കർത്താവ് വേഗം വരുന്നുവെന്ന് ദൈവം വ്യക്തമായപ്പോൾ ലോക സംഭവങ്ങളൊക്കെയും യേശുവിന്റെ വരവ് വിളിച്ചറിയിക്കുന്നു. യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ചവർക്ക് നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാല് എന്നും സന്തോഷം, യേശുവിനോടുള്ള വാസം, യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ലോക സംഭവങ്ങളൊക്കെയും വിളിച്ചറിയിക്കുമ്പോൾ ഒരുക്കമുള്ളവരാൾ യേശുവിന്റെ വരവേണ്ടി ഒരുങ്ങി നിത്യരാജ്യത്തില്, നിത്യസന്തോഷത്തില്, നിത്യജീവനിൽ കടക്കുവാനായിട്ട് പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനിച്ചാണ്. യേശുവിന്റെ ജനനത്തിൽ സംഭവിച്ചത് സർവ്വജനത്തിനുണ്ടാവുന്ന മഹാസന്തോഷമാണ്. മനുഷ്യന്റെ കഴിവുകൾക്കപ്പുറമായിട്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് ലോകത്തിൽ വന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി സർവ്വലോകത്തിന്റെയും സർവ്വമാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്നത് മനസ്സിലാക്കി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യതയിൽ കാണപ്പെടുവാൻ ഈ ദേശവാസികളെ ഞങ്ങൾ താഴ്മയോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ഒരു വാക്ക് ഈ ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലവരുടെ